Hi friends, welcome to Jasna's Kitchen. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ബിസി ആയിപ്പോയിട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പേരാണ് കുറത്തി കോഴി എന്നാ പേര്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഇടിച്ചെടുത്ത് ഉണ്ടാക്കുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 കിലോ ചിക്കൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചുവന്ന മുളക് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അരച്ചെടുത്തതാണിത്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചാൽ നമുക്കത് തണുക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വിനാഗിരിക്ക് പകരം നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ നാരങ്ങ തീർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് വിനാഗിരി ചേർത്ത് കൊടുത്തത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. ഈ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങട്ടെ. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, പുറത്ത് വെച്ചാലും മതി. ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇനി ഞാനിതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുൻപേ ചേർത്ത് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ക്യാമറേൻ്റെ മേലേക്കൊക്കെ ഇതിങ്ങനെ പൊട്ടി വരുമ്പോൾ ചൂടുള്ള എണ്ണയിൽ ചേർത്ത് കൊടുത്താൽ തെറിച്ചു പോകും, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് ചിക്കൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫുൾ പീസ് ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഞാൻ അതിന് മാത്രമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതെല്ലാം ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ ചിക്കൻ പൊരിച്ച് വരുന്ന സൗണ്ട് കേട്ടോ, നല്ല രസമാണ് അത് കേൾക്കാൻ തന്നെ. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒരുപാട് നല്ല ക്രിസ്പി ആയിട്ട് പോവുകയെന്ന് ഡാർക്കായി പോകുന്നു വേണ്ട. ഈ ഒരു പാകത്തിന് തന്നെ 2 ഭാഗമൊന്ന് നന്നായിട്ട് കളർ മാറി ചിക്കൻ ഒന്ന് കുക്കായാൽ നമുക്കിത് മാറ്റാം. അപ്പോൾ ഈ ബാക്കി വരുന്ന വെളിച്ചെണ്ണ കളയണ്ട കേട്ടോ. ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇടിച്ച ചുവന്ന മുളക് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. 1 കപ്പ് ചെറിയുള്ളി ചതച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, വലിയ ജീരകമാണ്. ഒരു 3 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ വെച്ചതിൽ ബാക്കി വെളിച്ചെണ്ണ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതാണിത്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പെരിഞ്ജീരകം, ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയുള്ളിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ, അതാണ് ടേസ്റ്റ് ഉള്ളത്. നമ്മൾ സവാള ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് ചെറിയുള്ളി ചേർക്കുമ്പോഴാണ്. ഇനി നമുക്ക് നേരത്തെ വെച്ച കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തേങ്ങ ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് വാടിയെടുത്ത ശേഷമാണ് തേങ്ങ ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്ന മുളകും ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഈ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഉള്ളിയിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കന് നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ്. അപ്പം അതിന് അനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഒക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക.
ഇത് ഞാനിപ്പോൾ ഫ്രീസറിലാണ് തേങ്ങ ഫ്രഷ് കൊണ്ടുവന്നാൽ വെക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ തണുപ്പ് മാറിക്കോളും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. ഇപ്പോൾ തേങ്ങ ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. കാശ്മീരി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, കാരണം നമ്മളിതിൽ ഇടിച്ച മുളകും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ആവശ്യത്തിനുള്ള എരിവുണ്ട്. അപ്പോൾ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് ചിക്കൻ പൊതിഞ്ഞെടുക്കാം. ഈ ചിക്കനിലോട്ട് ഈ തേങ്ങയുടെയും ഉള്ളിയുടെയും ഒക്കെ സ്മെല്ലും ടേസ്റ്റും ഒന്ന് പിടിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിട്ടോ, ഒരുപാട് കൂടി പോകരുത്. അപ്പോൾ ഇതിൻ്റെ ഈ തേങ്ങയൊക്കെ ഡ്രൈ ആയി കിടന്നാൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കില്ല. അപ്പോൾ അത് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അടച്ച് 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുറത്തി കോഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ തേങ്ങയും ഇതുമൊക്കെ നമ്മൾ ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റും നല്ലൊരു സ്മെല്ലുമാണ് ഇതിന്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ ചോറിൻ്റെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു അടിപൊളിയാട്ടോ. അതുപോലെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കിയാൽ വളരെ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറത്തി കോഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.